നിങ്ങൾ കടുവകൾ ഹണ്ട് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? വൈൽഡ് ലൈഫ് സഫാരികളിൽ അത്യപൂർവമായിട്ട് മാത്രമാണ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കിട്ടാറുള്ളൂ. കടുവകൾ മാത്രമല്ല, ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെ ഉള്ള ഒരു മനോഹരമായ ഫോറസ്റ്റ് ആണ് ഈ തടോബ. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ തടോബയിൽ പോയപ്പോൾ പകർത്തിയ കുറച്ച് വൈൽഡ് ലൈഫ് കാഴ്ചകളാണ് കേട്ടോ പ്രസ്തുത വീഡിയോയിൽ. അപ്പൊ എങ്ങനെയാ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്ലേ? കാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും ഇന്ത്യയിലുള്ള ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറോട് കടുവകളുടെ ഫോട്ടോ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരും പറയുന്നത് ഒരേ ഒരു സ്ഥലമായിരിക്കും. അതാണ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന തടോബ അന്ധേരി ടൈഗർ റിസർവ്. അതെ, ഇപ്രാവശ്യം നമ്മുടെ യാത്ര അങ്ങോട്ട് തന്നെയാണ്. കടുവകളെ തേടിയതേ അവരുടെ തറവാട്ടിലേക്ക്. ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. കാട് അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങിയിരുന്നു. എന്നാലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചെറുതായി പച്ചപ്പും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ ആകെ മൊത്തം 7 സഫാരിയാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇത്രയും ദൂരെ കൂടുതലുള്ള കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ മിനിമം ഒരു 6 സഫാരികളൊക്കെ എടുത്തിരിക്കണം. കാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ തടോബ എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറിയത് എന്നതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് കിട്ടി. 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകടുവയാണ് കേട്ടത്. ഈ കടുവയ്ക്ക് അമ്മയുടെ അടുത്ത് പിരിഞ്ഞിട്ട് അത്രയധികം നാളായി കാണില്ല. എന്തായാലും ഒരു 1.5 കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങളുടെ ജീപ്പിന് മാത്രമാണ് കേട്ടോ ഈ കാഴ്ചകളെല്ലാം കിട്ടിയത്. സാധാരണ ഈ നോർത്ത് ഇന്ത്യൻ കാടുകളിലൊക്കെ ഇതുപോലെ സൈറ്റിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ച് ജീപ്പുകളായിരിക്കും. എന്നാൽ ഇപ്രാവശ്യം നമുക്ക് ഭയങ്കര ലക്കായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീപ്പുകളും തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു മെയിൽ ടൈഗറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ അടുത്ത സൈഡിലായിട്ട് കുറച്ച് പുള്ളിമാനുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കടുവ മാനങ്ങളെ ഹണ്ട് ചെയ്യാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു. 2 വയസ്സ് മാത്രം പ്രായമുള്ള കടുവ ആയതുകൊണ്ട് തന്നെ ഈ ഹണ്ട് ചെയ്യുന്ന കാര്യത്തിലൊന്നും പുള്ളിക്കാരി അത്ര വലിയ എക്സ്പെർട്ട് ആയിരിക്കില്ല. പൊതുവെ കടുവകളുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് ഒക്കെ കുറവാണെന്ന് എനിക്കറിയാമല്ലോ. എന്നാൽ ഇതേപോലെയുള്ള കുട്ടി കടുവകളുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് ഒക്കെ നന്നേ കുറവായിരിക്കും. നിങ്ങൾ തടോബയിലേക്കൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കണ്ടോളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു മഴക്കാലത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് കാട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിലും ടൈഗർ സൈറ്റിങ്സ് തീരെ കുറവായിരുന്നു. പെട്ടെന്ന് ഈ കടുവ നമ്മുടെ ജീപ്പിന്റെ തൊട്ടടുത്തേക്ക് വന്നു. കടുവ ഒരു ഹണ്ടിങ് മൂഡിലായതുകൊണ്ട് തന്നെ നമ്മുടെ ജീപ്പിലുണ്ടായിരുന്ന 1-2 പേര് അത്യാവശ്യം നന്നായിട്ട് പേടിച്ചു. കടുവയുടെ കണ്ണിലെ ആ തീക്ഷ്ണത ശ്രദ്ധിച്ച പുള്ളിമാനുകളെ മാത്രം നോക്കിയാണ് കേട്ടോ നിൽക്കുന്നത്. എന്നാൽ മാനുകളെല്ലാം ഈ കടുവേനെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മാനുകളും അവിടെ നിന്ന് ഓടിപ്പോയി. എന്തായാലും ഹണ്ടിങ് ഷൂട്ട് ചെയ്യാന്നുള്ള എൻ്റെ ആഗ്രഹം ഇത്തവണയും പൂവണിഞ്ഞില്ല. സാമ്പാടീറുകൾക്ക് പുള്ളിമാനുകളൊക്കെ കൂടുതൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ശക്തിയുള്ള കടുവകളൊക്കെ കൂടുതൽ ഇവരെ ഹണ്ട് ചെയ്യാനാണ് പ്രിഫർ ചെയ്യാറ്. പെരിയാറിലൊക്കെ കാണുന്ന പോലെ ഇവിടെ സാമ്പാടീറുകളുടെ വലിയ കൂട്ടങ്ങളൊന്നും കാണാൻ പറ്റാറില്ല. വല്ലപ്പോഴും 1-2 എണ്ണത്തിനെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സാമ്പാടീറിനെ കണ്ടാലും ഇവിടുത്തെ ഡ്രൈവർമാർ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തി തരും. ഈ ടൈഗർ റിസർവിൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ല. 2018 മുതലേ ഇവിടെ ഇങ്ങനെ തന്നെയാണ്. കടുവകളുടെ ലൊക്കേഷൻ അവർ ട്രാക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവരിങ്ങനെ ചെയ്തിരിക്കണേ. ഈ ഇടയ്ക്ക് നമ്മുടെ കബനിയിലും ബന്ദിപ്പൂരും ഒക്കെ ഇതുപോലെ മൊബൈൽ ഫോൺ ബാൻ ചെയ്തിരുന്നു. തടോബ ലേക്കിലൂടെ നീന്തി പോകുന്ന ഒരു മുതലേനെ കണ്ടോ? ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ് കൂടിയാണ് കേട്ടോ ഈ തടോബ ലേക്ക്. ഇപ്രാവശ്യം വീഡിയോയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ പെൺകടുവ. ഇത് നേരത്തെ നമ്മൾ കണ്ട കടുവയുടെ സഹോദരിയാണ്. ഈ കടുവ കുട്ടികളൊക്കെ അമ്മയുടെ അടുത്ത് വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെങ്കിലും ഈ കടുവ മാത്രം ഹണ്ടിങ് ഒന്നും അത്രയ്ക്ക് പഠിച്ചിട്ടില്ല. ഈ ഹണ്ടിങ് ഒന്നും വശമില്ലാത്ത കടുവ കുട്ടികൾ പിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് കാട്ടി സർവൈവ് ചെയ്യുന്നതായിരിക്കില്ലേ നിങ്ങളുടെ ഡൗട്ട്? എന്നാൽ ശരിക്കും ഈ കടുവക്കുട്ടി ഒറ്റയ്ക്കല്ല, അതിൻ്റെ കൂടെ അതിൻ്റെ അച്ഛനുണ്ട്. ആ അച്ഛനാണ് കേട്ടോ ഈ കടുവക്കുട്ടീനെ സംരക്ഷിക്കുന്നത്. കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റില്ല അല്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. നമ്മൾ നേരത്തെ കണ്ട കടുവക്കുട്ടികളുടെ അച്ഛനാണിത്. തടോബയിലെ ഏറെ ഫേമസ് ആയ ഡോമിനന്റ് മേലും. അവന്റെ പേരാണ് ശംഭു. എന്താ അവന്റെ ഒരു സൈസ് അല്ലേ? ഏകദേശം 8-9 വയസ്സ് പ്രായം ഉണ്ട് അവന്. നേരത്തെ അച്ഛനും മകളും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്.
കുറ്റിക്കാടിൻ്റെ ഉള്ളായതുകൊണ്ട് തന്നെ നമുക്കത് വീഡിയോയിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. മിക്ക അച്ഛന്മാരും തന്നെ കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്തം മൊത്തം അമ്മമാരെ ഏൽപ്പിക്കുമ്പോൾ ഈ ശംഭു കടുവ നമ്മുടെ മുന്നിൽ ഒരു വലിയ മാതൃക തന്നെയാണ്. ആൺകടുവകളുടെ മുഖത്തിന് ചുറ്റും താടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ മുഖം കുറച്ച് വലിപ്പം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും. ആ ലുക്ക് കണ്ടാൽ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു പോകും. ആദ്യമായിട്ടാണ് ഞാൻ ഒരു കടുവ നീന്തുന്ന കാഴ്ച നേരിട്ട് കാണുന്നത്. എന്തായാലും ആ കാഴ്ച കാണാൻ ഒരു പ്രത്യേക രസം തന്നെയുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ ടെറേനുകളുണ്ട് ഇവിടെ. കൂടുതലും മുളങ്കാടുകളും പുൽമേടുകളൊക്കെ തന്നെയാണ്. ഈ പുൽമേടുകളോട് ചേർന്ന് കിടക്കുന്ന ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ വാട്ടർ ബേഡ്സും ഉണ്ട്. ഉച്ച സമയങ്ങളിലൊക്കെ ഈ കടുവകൾ മിക്കപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലായിരിക്കും വിശ്രമിക്കുക. ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ലേക്കുകളെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. വെള്ളം തീരുന്നതനുസരിച്ച് സോളാറിൽ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ബോർവെല്ല് പ്രവർത്തിക്കും. ഇപ്രാവശ്യത്തെ ട്രിപ്പിലെ സഫാരി ഒരെണ്ണം കോർ സോണിലും ബാക്കി 6 എണ്ണം ബഫർ സോണിലായിരുന്നു. ദേവാഡ അഗ്രസരി എന്നുള്ള ബഫർ സോണുകൾ ഒരു മെയിൻ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഉള്ളത്. ഇവിടുത്തെ സുവനീർ ഷോപ്പുകളിൽ നല്ല ഭംഗിയുള്ള ടൈഗറിന്റെ പടമുള്ള ടീഷർട്ട് കിട്ടും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ കാണുന്ന കാട്ടുപോത്തുകളും ഇവര് തമ്മിൽ കാണാൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പൊടിക്കാറ്റ് അടിച്ചിട്ട് ഈ കാട്ടുപോത്തുകളുടെ കളറൊക്കെ ആകെ മാറിയതാന്നാ. കാട്ടുപോത്തുകളുടെ കൂടെ തന്നെ ഒരുപാട് കൊക്കുകളുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൂട്ടത്തിൽ ആണൊരുത്തൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ ആൺ കാട്ടുപോത്തുകളുടെ വീഡിയോ എടുക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അവരെ നടത്തത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നല്ലൊരു ഫ്രെയിം കണ്ടിട്ട് വണ്ടി നിർത്തിയതാ. അപ്പോഴാണ് പെട്ടെന്ന് വേറൊരു മ്ലാവ് കൂടി ആ ഫ്രെയിമിലോട്ട് കയറി വന്നത്. ഇവിടുത്തെ സഫാരിയുടെ ഒരു വ്യത്യസ്തത എന്താന്ന് വെച്ചാൽ മിക്ക സഫാരികളിലും ടൈഗർ സൈറ്റിംഗ് കിട്ടും. അങ്ങനെ ടൈഗർ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ പറയുന്ന സ്ഥലത്തെല്ലാം വണ്ടി നിർത്തി തരും. ബന്ദിപ്പൂരും കമ്പനിയിലൊക്കെ നമ്മൾ പറയുന്ന സ്ഥലത്തൊക്കെ ഡ്രൈവർമാർ വണ്ടി നിർത്തി തരണമെന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ സഫാരി ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും. തടവയിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവര് മിനിമം ഒരു 4 പേരുള്ള ഗ്രൂപ്പിന്റെ കൂടെ പോണതായിരിക്കും നല്ലത്. ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം ഈ കർണാടക കാടുകളിലേക്ക് പോകുന്നതിനേലും കുറഞ്ഞ ചെലവിൽ നമുക്ക് തടോബയ്ക്ക് പോയി വരാൻ പറ്റും. പ്ലം ഹെഡഡ് പാരക്കീറ്റുകൾ ചോളം കഴിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാഴ്ചകളൊക്കെ എത്ര നേരം നോക്കി എന്നാലും നമുക്ക് മതിയാവില്ല കേട്ടാ. കേരളത്തിൽ നിന്ന് 24 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്ത് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നിസ്സാര ചെലവിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടുത്തെ ഗൈഡുമാർക്കെല്ലാം കടുവകളുടെ മൂവ്മെന്റ്സ് ഒക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. ഈ കടുവയാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളെ ഉപേക്ഷിച്ച് പോയ അമ്മ കടുവ. ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അത്ര ശരിയാവില്ല. ഈ കടുവയ്ക്ക് മൊത്തം 3 കുട്ടികളുണ്ടായിരുന്നു. ഒരു മെയിലും 2 ഫീമെയിലും. അതിൽ മെയിൽ കടുവ കുട്ടി സ്വന്തമായിട്ട് വേറെ ടെറിട്ടറി തേടി പോയി. ബാക്കിയുള്ള 2 എണ്ണത്തിനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പം ഈ കടുവയുടെ ടെറിട്ടറിയിൽ ശംഭു അല്ലാതെ മറ്റൊരു മെയിൽ ടൈഗർ കൂടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ കടുവ പെട്ടെന്ന് തന്നെ കുട്ടികളെ ഉപേക്ഷിച്ച് പോയത്. എന്തായാലും കടുവകളുടെ കുറെ അടിപൊളി വിഷ്വൽസ് ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിച്ചു. നിങ്ങൾക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. തടോബയിലെ ഈ ഒരു ഏരിയ കടുവകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കാന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ കടുവ റോഡ് ക്രോസ് ചെയ്യണതിന്റെ പുറകുവശം ശ്രദ്ധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 ബഫർ സോണുകളിലേക്കുള്ള എൻട്രി പോയിന്റുകളാണ് കേട്ടോ അത്. എനിക്ക് തോന്നുന്നു സഫാരി ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾ വെറുതെ ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ടൈഗർ സൈറ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ടോ. സഫാരി കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഞാൻ ഇവിടുത്തെ മ്യൂസിയം കാണാൻ വന്നു. ഒരു കടുവയുടെ അസ്ഥി കൂടെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഏകദേശം നെഞ്ചിന്റെ അടുത്ത് വരെ ഉയരം കേട്ടോ ഒരു കടുവയ്ക്ക്. ഏകദേശം ഒരു വിരലിന്റെ അത്ര വരും കടുവയുടെ പല്ലിന്റെ സൈസ്. അതുപോലെ തന്നെ കടുവത്തോല് ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൊട്ടൊക്കെ നോക്കാം കേട്ടോ. സഫാരി ഗേറ്റിന്റെ മുന്നിൽ നിന്നുള്ള പ്രഭാത കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മുടെ മോർണിംഗ് സഫാരി 6:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. 2 വർഷം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ
ഈ കാട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണാൻ മിസ് ചെയ്യണ്ട കേട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് 1,00,000 വ്യൂ കിട്ടിയതും ആ വീഡിയോയ്ക്ക് തന്നെയായിരുന്നു. കാട് കാണാൻ ഏറ്റവും നല്ല സമയം മഴക്കാലങ്ങളാണ്. പക്ഷെ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിനുള്ളിലായിരിക്കും. അതാണ് ഒരു പ്രധാന പ്രശ്നം. കടുവയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പക്ഷികളെ കിട്ടിയത്. ഡ്രൈ ഫോറസ്റ്റുകളിൽ കാട്ടുതീ തടയാനായിട്ട് കൺട്രോൾ ബേണിംഗ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേനൽക്കാലങ്ങളിൽ കാട് ഫുള്ള് ഡ്രൈ ആകുമ്പോൾ ഒരു ചെറിയ തീ മതി കാട് മൊത്തം കത്തി നശിക്കാൻ. അതുകൊണ്ട് തന്നെ കാട്ടുതീ പടരാതിരിക്കാനായിട്ട് റോഡിന്റെ ഇരുവശങ്ങളിലെയും കുറച്ച് സ്ഥലത്തെ പുല്ലുകൾ മാത്രം ഫോറസ്റ്റുകാർ തന്നെ കത്തിച്ച് കളയും. അതാണ് കൺട്രോൾ ബേണിംഗ്. ഈ റോട്ടിലൊക്കെ ഓൾറെഡി കൺട്രോൾ ബേണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാനുകളൊക്കെ ഫുള്ള് അലർട്ടായിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ വണ്ടി കണ്ടിട്ടായിരിക്കും. ഈ തിത്തിരി നിൽക്കുന്നത് റോട്ടിലൊരു വെള്ളക്കെട്ടിലാണ്. ഇപ്പോഴും ചില റോഡുകളൊന്നും ഇവിടെ ആക്സസിബിൾ അല്ലാട്ടാ. ഈ തിക്കിരികൾ പൊതുവെ രാത്രിയിലും സന്ധ്യാസമയങ്ങളിലൊക്കെയാണ് ആക്റ്റീവ് ആവാറ്. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവരിങ്ങനെ വെറുതെ ഇറങ്ങാതെ നിൽക്കാറാണ് പതിവ്. ഞാനൊരു കാട്ടുകോഴിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു മയിലിതേ ഫ്രെയിമിന്റെ മുന്നിൽ കൂടെ നടന്നു പോയത്. ഈ ഫെബ്രുവരി മാസം ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് വ്യത്യസ്തമാണ്. രാവിലെ അത്യാവശ്യം തണുപ്പുണ്ടാകും. എന്നാൽ ഒരു 9-10 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചൂട് തുടങ്ങും. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും 45 ഡിഗ്രിക്ക് മുകളിൽ വരുന്നുണ്ട് ഇവിടുത്തെ ചൂട്. ഇത് ഞങ്ങളുടെ ഈ ട്രിപ്പിലെ അവസാനത്തെ സഫാരി ആയിരുന്നു. എന്തായാലും ഇവിടുത്തെ അവസാനത്തെ സഫാരി ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഈ ഒരു ഏരിയ കടുവകളെ കൊണ്ട് സമ്പന്നമാണ്. ഇത് വേറൊരു കടുവക്കുട്ടിയാണ്. കോളർ വാലി എന്ന പെൺകടുവയുടെയും ചോട്ടതടിയിൽ എന്ന ആൺകടുവയുടെയും കുട്ടിയാണുണ്ട് ഇവള്. ഈ കടുവക്കുട്ടിക്ക് ഒരു 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇപ്പോഴും അമ്മയുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ടില്ല. ഈ ചെറിയ പ്രായത്തിലും വണ്ടികളെ ഒട്ടും പേടില്ല കേട്ടോ ഇവൾക്ക്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ടുകളിലൊന്നാണ് കടുവ റോട്ടിൽ കൂടെ നടന്നു വരുന്ന ഹെഡ് ഓൺ ഷോട്ട്സ്. ഒരുപാട് നേരം നമുക്ക് ഈ കടുവക്കുട്ടി ഹെഡ് ഓൺ തന്നു. ഇവിടെ നിറച്ച് വണ്ടികളുണ്ടായിരുന്ന കാരണം തന്നെ റോട്ടിലൊക്കെ നിറച്ച് പൊടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എത്ര ഭംഗിയുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര ചെറിയൊരു കടുവയുടെ ഹെഡ് ഓൺ ഷോട്ട്സ് ഒക്കെ എനിക്ക് കിട്ടണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഈ കണ്ട കടുവകളെല്ലാം ഏകദേശം ഒരേ ഏരിയയിലായതുകൊണ്ട് തന്നെ മിക്കത് ഈ കടുവക്കുട്ടിയും നമ്മൾ നേരത്തെ കണ്ട കടുവക്കുട്ടികളൊക്കെ ടെറിട്ടറിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഫെബ്രുവരി മാസം ആയതുകൊണ്ട് തന്നെ പച്ചപ്പ് തീരില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടാ. ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം പച്ചപ്പുണ്ട്. നേരത്തെ നമ്മൾ ആ കടുവക്കുട്ടീനെ കണ്ട അതേ സ്ഥലത്ത് തന്നെ ആ കടുവക്കുട്ടിയുടെ അച്ഛൻ എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് കിട്ടി. എൻ്റെ മനസ്സിലേക്ക് കിളി വീണ്ടും പോയി. ഇതെന്താ ഇവിടെയൊക്കെ അച്ഛന്മാരാണോ കുട്ടികളെ നോക്കുന്നത്? നമ്മളെന്തായാലും കറക്റ്റ് സമയത്താണ് വന്നത്. ആ കടുവക്കുട്ടിയുടെ അച്ഛനായ ചോട്ടാതടിയിൽ റോഡ് ക്രോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വണ്ടികൾ കുറച്ച് ക്ലോസ് ആയിട്ട് നിർത്തിയാരണം വന്നു. അവർ റോഡ് ക്രോസ് ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറി. ഇവിടേക്ക് വരുന്ന ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തരാം. നിങ്ങൾ എന്തായാലും ഒരു കുട്ടി ലെൻസ് നിങ്ങളുടെ ബാഗിൽ കരുതിക്കോ. കടുവകൾ മിക്കപ്പോഴും നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്തേക്ക് വരും. അപ്പോൾ വലിയ ലെൻസ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മരത്തിൽ മറ്റേതെങ്കിലും കടുവ ടെറിട്ടറി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ കുറെ നേരം ഇവിടെ നിന്ന് മണപ്പിച്ച് നോക്കുന്നത്. തടവയിൽ ഈ ഒരു ഏരിയ ചോട്ടത്തടിയിലും ശംഭുവും ഒരുപോലെ ഷെയർ ചെയ്യുന്നൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ടെറിട്ടറിക്ക് വേണ്ടിയുള്ള ഫൈറ്റ് എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവാം. ഈ കടുവേനെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇതിന്റെ തലയുടെ മുകളിലായിട്ട് കുറച്ചധികം രോമങ്ങളുണ്ട്. ചോട്ടാതടിയിൽ ഒരു അടിപൊളി റോഡ് ക്രോസിംഗ് കണ്ടാലോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കാണും. നല്ല ചൂടുള്ള കാരണം തന്നെ മിക്ക കടുവകളും ഇതുപോലത്തെ വാട്ടർ സോഴ്സുകളിലാണ് വിശ്രമിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ തടോബ കാഴ്ചകൾ അവസാനിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. തടോബ എന്തേലും ടൈഗർ റിസർവിലെ കടുവ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.